ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രേവട്ടിയുടെ സ്കൂളിലെ ആശീർവാദ സഭയിലെ ചില കാഴ്ചകളാണ്. ആശീർവാദ സഭ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന വേറൊരു സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ നൽകുന്ന ആശീർവാദം നൽകുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ രാവിലെ 10 മണിക്കായിരുന്നു കേട്ടോ ചടങ്ങ് വെച്ചിരുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കളും ഒരു 9-9:30 ആയപ്പോൾ തന്നെ സ്കൂളിലെത്തി. അപ്പോൾ കുട്ടികളുടെ നാമജപവും അഗ്നിഹോത്രമൊക്കെ കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങിയത്. ഈ സമയം അമ്പാടി ബഹളം വെച്ചതുകൊണ്ട് തന്നെ ഞാൻ അവനെയും കൊണ്ട് പുറത്തോട്ട് പോയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഒന്ന് റിലാക്സായി. ഞങ്ങൾ പുറത്തുള്ള സ്കൂളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് നമ്മുടെ സ്കൂളിൽ തന്നെ ഗോശാലയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരെണ്ണത്തിനെ കണ്ടോളൂ. ഇതാണ് സ്കൂളിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം റോഡിൽ നിന്ന് ഒരുപാട് ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ വലിയ ബഹളങ്ങളോ ഒന്നുമില്ല, നല്ല കാറ്റും ഒക്കെയാണ് കേട്ടോ. അതായത് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു വിവേകാനന്ദ സ്വാമിയുടെ രൂപവും അത്യാവശ്യം ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇത് സ്കൂളിൻ്റെ തന്നെ നടുമുറ്റത്തുള്ള ഗാർഡൻ ഏരിയയാണ്. പിന്നെ കുറച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ ചെറിയൊരു അക്വാറിയവും പക്ഷികളുടെ ഒരു കൂടും പിന്നെ താറാവ്, കോഴി, പിന്നെ ചെറിയൊരു പാർക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ കരയുന്നതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ അമ്മമാർ അവരെയും കൊണ്ട് ഈ പാർക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അമ്പാടിയും കൊണ്ടുവന്ന് കുറേ നേരം ഊഞ്ഞാലും പിന്നെ കുറച്ച് കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കളിച്ചിട്ട് ഒന്ന് ഓക്കെ ആയി വന്നു. അപ്പോഴത്തേക്കും നമുക്കവിടെ പരിപാടി തുടങ്ങിയതുകൊണ്ട് ഞങ്ങളെല്ലാവരും നമ്മളെ സ്റ്റേജിലോട്ട് തന്നെ അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്ന ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഉദയ, പ്രഭാത് ഈ 2 തരത്തിലെ കുട്ടികളെയാണ് കേട്ടോ അവിടെ ആശീർവാദ സഭയിലുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രേവട്ടിയുടെ പ്രഭാത് തരംഗത്തിലാണ് അവൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയിരിക്കും അവളുടെ പരിപാടി വരുന്നത്. ഈ കുഞ്ഞുങ്ങളെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് അവരവരുടെ മാതാജിമാരെ പാദ നമസ്കാരം ചെയ്ത് സ്റ്റേജിലുള്ള മുതിർന്നവരുടെ പാദ നമസ്കാരവും ചെയ്ത് അവർക്ക് വിളക്കൊക്കെ കൊടുത്ത് അവരവരെ അനുഗ്രഹിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പാദ നമസ്കാരവും കൂടി ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് തിരിച്ചു പോവാം. ഈ കാണുന്നതെന്ന് വെച്ചാൽ കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഓരോരോ ആക്ടിവിറ്റീസാണ് കേട്ടോ. അതെല്ലാം ഒരു മാല പോലെ ഓരോ കുട്ടികളുടെ പേരും അവർ പഠിക്കുന്ന ക്ലാസ്സും എഴുതിയിട്ട് ഇങ്ങനെ ഫുള്ളൊരു മാല പോലെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. കാണാനും നല്ല രസമാണ്. കളറിങ് ഉണ്ട്, അതിൽ പല പല രൂപങ്ങൾ അവർ ചെയ്തതുണ്ട്. ഒത്തിരി അതുണ്ട്. പിന്നെ നമ്മളെ ചുമരിലും ഗ്ലാസ്സിലും ഒക്കെ കുട്ടികൾ ക്ലാസ്സിൽ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതിങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ രേവട്ടിയുടെ ഒരു ഫോട്ടോയും കണ്ട്. അവരുടെ ക്ലാസ്സിൽ ഒരു പഠിപ്പിക്കുന്ന ഇതുപോലെ കളർ ചെയ്യുന്ന ഒരു ഫോട്ടോ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ അതും നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രഭാതിലെ കുട്ടികളെ വിളിക്കുകയാണ്. രേവട്ടിയെ വിളിക്കാറായപ്പോഴത്തേക്ക് അവളിതാ എണീറ്റ് നിന്നപ്പോഴാണ് എന്നെ കണ്ടത്. അപ്പോഴത്തേക്ക് അവൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ്. വിളിച്ചപ്പോൾ തന്നെ അവൾ സ്റ്റേജിലോട്ട് ഓടി കയറുകയാണ്. എന്തോ ഓസ്കാറുടെ ഒളിമ്പിക്സൊക്കെ വാങ്ങാൻ പോകും പോലെ നേരെ ചെന്ന് അവളുടെ മാതാജിയെ പാദ നമസ്കാരം ചെയ്ത് അവർ ചെന്ന് നിൽപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് ഇവർക്ക് വിളക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവരെ അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് പറഞ്ഞു വിടും. പിന്നെ സ്റ്റേജിൽ നിന്ന് താഴോട്ട് വന്നിട്ട് എൻ്റെയും മാധവൻ്റെ കാലിൽ അനുഗ്രഹം വാങ്ങി നമ്മുടെ ഓരോ ഫോട്ടോസും എടുത്തിട്ടാണ് ഇവർക്ക് പരിപാടിയിൽ നിന്ന് ഇവരെ ഇതാക്കുന്നത്. അതായത് ഇവർക്കൊരു കിറ്റ് തരും. അതിലൊരു ഇവരുടെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ്, ഒരു കുഞ്ഞ് വിളക്ക്, കുറച്ച് പൂവ്, പിന്നെ ഒരു ഭഗവത്ഗീതയുടെ ഒരു ബുക്കും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ചടങ്ങെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ അന്നപ്രസാദമുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്പാടി രേവട്ടിക്ക് കിട്ടിയ കുറച്ച് പൂക്കളൊക്കെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എല്ലാവരും പരിപാടി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ അത് നമ്മളിത് അന്നപ്രസാദം കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. നമുക്ക് തറയിൽ നിലത്തിരുന്നിട്ട് ഇലയിട്ടാണ് കേട്ടോ സദ്യ ഇരുന്ന്. പിന്നെ ഈ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അന്നദാനത്തിന് മുമ്പുള്ള ഒരു ചെറിയൊരു ഒരു നാമജപമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ട് രേവട്ടിയെ തപ്പിപ്പോയപ്പം പുള്ളിക്കാരി കൂട്ടുകാരുടെ അടുത്ത് കാര്യവും പറഞ്ഞ് പതുക്കെ പതുക്കെ കഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കഴിച്ചൊക്കെ കണ്ട് എല്ലാവരും ഏകദേശം സ്കൂളിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. ഇത് അവളുടെ കൂട്ടുകാരിക്കൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്